മതേതര പ്രതിച്ഛായ തീർക്കാൻ ലക്ഷ്യമിട്ട് നടത്തിയ ക്രിസ്മസ് കേക്ക് മുറി നാടകത്തിൽ വെട്ടിലായി മുസ്ലിം ലീഗ്. ഇതര മതസ്ഥരുടെ ആചാരങ്ങളുടെ ഭാഗമാകുന്നത് ഇസ്ലാം ധർമ്മശാസ്ത്രത്തിന് വിരുദ്ധമാണെന്നും വ്യക്തമാക്കി സമസ്ത നേതാവ് ഹമീർ ഫൈസി അമ്പലക്കടവ് രംഗത്തെത്തിയതോടെയാണ് ലീഗ് വെട്ടിലാവുന്നത്. ഇതോടെ പാണക്കാട് സാഹിദ് അലി ശിഹാബ് തങ്ങളെ ഹമീദ് ഫൈസി നിരന്തരം അവഹേളിക്കുമെന്നും വ്യക്തമാക്കി ലീഗ് നേതാക്കൾ മറുതന്ത്രം മെനഞ്ഞു. പൊതുസമൂഹം അമ്പലക്കടവിന്റെ നിലപാടിനെതിരെയാണെന്ന് തിരിച്ചറിഞ്ഞതോടെ അമ്പലക്കടവിനെ ഒറ്റപ്പെടുത്താനുള്ള നീക്കത്തിലേക്കാണ് ലീഗ് നേതൃത്വം കടക്കുന്നത്. സാദിഖ് അലി തങ്ങൾക്കോ ലീഗിനോ എതിരെയോ താൻ സംസാരിച്ചിട്ടില്ലെന്നും വാക്കുകൾ വളച്ചൊടിക്കപ്പെട്ടതാണെന്നും ഹമീദ് ഫൈസി വ്യക്തമാക്കുന്നുണ്ടെങ്കിലും സമസ്തയിലെ ലീഗിൽ വിരുദ്ധ നേതാവായ ഫൈസിയെ തകർക്കാൻ കേക്ക് വിവാദം കരുപിടിപ്പിക്കുകയാണ് ലീഗ് നേതാക്കൾ. ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി സാദിഖ് അലി ശിഹാബ് തങ്ങൾ കോഴിക്കോട് ബിഷപ്പ് ഹൗസിൽ സന്ദർശനം നടത്തുകയും ബിഷപ്പിനൊപ്പം ക്രിസ്മസ് കേക്ക് മുറിക്കുകയും ചെയ്തത്. ഡോക്ടർ MK മുനീർ ഉൾപ്പെടെയുള്ള നേതാക്കളും തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. വിശ്വാസമില്ലെങ്കിലും ഇതര മതാചാരങ്ങളിൽ പങ്കെടുക്കരുതെന്ന് വ്യക്തമാക്കിയായിരുന്നു ഹമീദ് ഫൈസിയുടെ വിമർശനം. ലീഗിന്റെ മുൻ നേതാക്കൾ ഇത്തരം കാര്യങ്ങളിൽ മാതൃക കാണിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഫൈസിയുടെ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ പൊതുസമൂഹത്തിൽ നിന്നും ഉയരുന്നു. ഇത്തരക്കാരെ നിയന്ത്രിക്കേണ്ടത് സമസ്ത നേതൃത്വത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും വ്യക്തമാക്കി. ലീഗിൽ നിന്നും കുഞ്ഞാലിക്കുട്ടിയാണ് ഹമീദ് ഫൈസിക്കെതിരെ ആദ്യം രംഗത്ത് വന്നത്. താൻ ഉൾപ്പെട്ട കേസുകളിൽ നിന്നും ഊരിപ്പോകാനായി ചിലരുടെ സഹായത്തിന് വേണ്ടിയാണ് ഹമീദ് ഫൈസി ലീഗ് നേതാക്കൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതെന്നും PMA സലാമിന്റേത്. പ്രതികരണം പ്രസംഗത്തിൽ ഇനി സൂക്ഷ്മത പുലർത്തുമെന്നും അദ്ദേഹം പറഞ്ഞെങ്കിലും വിഷയം കൂടുതൽ ചർച്ചയാക്കുകയാണ് ലീഗ് നേതാക്കൾ. അണികൾ കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണെന്നും ലീഗ് നേതാവ് ഷാഫി ചാലിയത്തിൽ പ്രതികരിച്ചു. സാദിഖ് അലി തങ്ങളെ നിരന്തരം ആക്രമിക്കുന്നത് നോക്കി നിൽക്കില്ലെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകിയിട്ടുണ്ട്. തെറ്റ് തിരിച്ചറിഞ്ഞ് നിലപാട് തിരുത്തിയ ഹമീദ് ഫൈസി പക്ഷേ സമസ്ത നേതാക്കളെ നിരന്തരം വിമർശിക്കുകയും ജമാഅത്ത് ഇസ്ലാം ആശയത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന PM സലാമിനെതിരെ വിമർശനങ്ങളിൽ മാറ്റമില്ലെന്നും തുറന്നു പറഞ്ഞിട്ടുണ്ട്. PMA സലാം ലീഗിന്റെ നേതൃസ്ഥാനത്ത് എത്തിയതിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് പങ്കുണ്ട്. മുസ്ലിം സമൂഹത്തിനുള്ളിൽ വിള്ളലുണ്ടാക്കാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. ആൾബലത്തിന് കുറവാകാമെങ്കിലും മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ സമസ്തയിലെ ഒരു വിഭാഗം നിരന്തരം വിമർശനം ഉന്നയിക്കുമ്പോഴും അവരെ ഒപ്പം നിർത്താനുള്ള നീക്കമാണ് ലീഗ് നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.